എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയടേ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ച് തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. നീ പറ, എന്താ പ്രശ്നം? ഒരു കാര്യമില്ല അല്ലേ? എൻ്റെ അറിവിൽ ഒരു കാര്യമില്ല. അല്ലെങ്കിലും എനിക്ക് എപ്പോഴും 2ാം സ്ഥാനമാണല്ലോ ഈ വീട്ടില്. ചിരിക്കാന്ന് വേണ്ട. അപ്പൊ 1ാം സ്ഥാനം ആരും കൊണ്ടുപോയി? 1ാം സ്ഥാനം എപ്പോഴും ആരാ കൊണ്ടുപോണത്? ആരും കൊണ്ടുപോയെന്ന് പറഞ്ഞേ? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് കേട്ടോ ഏട്ടാ. നീ കാര്യം പറയടേ, നീ ഇങ്ങനെ ചൂടാവാതെ കാര്യം പറയാ. എനിക്ക് 1000 രൂപയുടെ സാരി. നാത്തൂന് എത്ര രൂപയുടെ സാരിയാണ് മേടിച്ചത്? 1200 രൂപയുടെ. എന്നെ വെറുതെ പൊട്ടിയാക്കരുത്. അതാണ് കാര്യം. അത് തന്നെയാ കാര്യം. ഞാൻ എത്ര നാളെ ഈ കയ്യിരുന്ന കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ പഠിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ പട്ടി തന്നെയാ. എനിക്ക് പട്ടിയുടെ വില പോലും ഇല്ല ഇവിടെ. നിനക്ക് എന്തിനാ കുഴപ്പമില്ല? ഇത് ഞാൻ ഈ വിലയെ നോക്കിയിട്ടല്ല എടുക്കുന്നത്. ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു മേടിച്ചു, അത്രേ ഉള്ളൂ. അല്ല ഇനി നിനക്ക് കൂടിയത് അവക്ക് കുറഞ്ഞത്, അവക്ക് കൂടിയത് നിനക്ക് കുറഞ്ഞത്, അങ്ങനെ എന്റെ മനസ്സിലില്ല. അപ്പൊ ബില്ലടക്കാൻ നേരത്തെ ഏട്ടൻ കണ്ടില്ലേ? ബില്ല് നോക്കിയാണ് ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു സാധനം മേടിക്കും, നമ്മൾ ഒരു കാര്യം കണ്ട് ഇഷ്ടപ്പെട്ടു, ഒരു സാരി കൊള്ളാം, ആ സാരി മേടിച്ചു, എത്രയായി അത് കൊടുത്തു. അല്ല എന്റെ ഭാര്യക്ക് ഇത്ര രൂപയുടെ സാരി വേണം, എന്റെ സഹോദരിക്ക് ഇത്ര രൂപയുടെ സാരി വേണം, അങ്ങനെയൊന്നും മനസ്സിലില്ല. ഏട്ടനൊന്നും മനസ്സിലില്ല. എപ്പോഴും ഇച്ചിരി കൂടുതൽ നാത്തൂര്. എനിക്ക് കാര്യമായി പോയി. ആ നല്ല കാര്യമായി പോയി. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ഉദ്ദേശം. എടി ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല ചെയ്യുന്ന പറഞ്ഞില്ലേ? ഒരു സാരി കണ്ട് ഇഷ്ടപ്പെട്ടു, വേറൊരു സാരി കണ്ടു, അപ്പൊ ഇന്നാർക്കൊന്നും വേണ്ടി കരുതിയല്ല. മേടിക്കുമ്പോ ഒരേപോലത്തെ സാരി മേടിക്കണം, ഒരേ വിലയുടെ സാരി. യൂണിഫോം ആയത് കഷ്ടം തന്നെയല്ല. ഒരു മനുഷ്യൻ ഒരു ശമ്പളം കിട്ടിയ ദിവസം സന്തോഷമായിട്ട് ഭാര്യയ്ക്കും പെങ്ങൾക്ക് ഓരോ സാരി മേടിച്ചു. അത് ഇത്രയും വലിയ പ്രശ്നമാണ് ഞാൻ അറിഞ്ഞ. ആ മേടിക്കണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നു മേടിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, കയ്യിരിക്കണ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്ന്. മനസ്സമാനമല്ലേ പോയത്?